എല്ലാവർക്കും നമസ്കാരം. കർക്കിടകത്തിലെ ക്ഷേത്ര ദർശനം മഹാപുണ്യമാണ്. അതിലെ വിശേഷമാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ ഒരേ ദിവസം ദർശനം നടത്താൻ കഴിയും വിധം സമീപ പ്രദേശങ്ങളായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളായാണ് നാലമ്പലങ്ങൾ എന്ന് പറയുന്നത്. തൃശൂർ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ നാലമ്പലങ്ങളുണ്ട്. എങ്കിലും തൃശൂർ ജില്ലയിലെ നാലമ്പലങ്ങളാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. ദ്വാരകായുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദ്വാരക കടലിൽ മുങ്ങിയതോടെ ഈ വിഗ്രഹങ്ങൾ കാണാതാവുകയും വളരെ കാലങ്ങൾക്ക് ശേഷം മുക്കുവർക്ക് അവ ലഭിച്ചുവെന്നാണ് ഐതിഹ്യം. മുക്കുവർ ആ 4 വിഗ്രഹങ്ങളെ അയ്യൂർ മന്ത്രിയായിരുന്ന വാകേൽ കൈമൾക്ക് സമ്മാനിക്കുകയും അദ്ദേഹം അവയെ യഥാവിധി പ്രകാരം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ ആദ്യം ദർശിക്കേണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ തൃപ്രയാർ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൊടി കയറി ഉത്സവം നടക്കാത്ത അപൂർവ ക്ഷേത്രമാണ് ഇത്. രണ്ടാമത്തെ ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ഭരതക്ഷേത്രമാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വനവാസത്തിന് പോയ ശ്രീരാമൻ മടങ്ങി വരുന്നതും കാത്ത് തപസ്സനുഷ്ഠിച്ചിരിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതുകൊണ്ട് വൈഷ്ണവ ക്ഷേത്രമാണെങ്കിലും ശിവക്ഷേത്രത്തിൽ എന്ന പോലുള്ള പ്രതിഷ്ഠ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. ഉപദേവത പ്രതിഷ്ഠ ഇല്ല എന്നൊരു സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. കൂടൽമാണിക്യം ഭരതസ്വാമി സന്താനദായകനും രോഗശാന്തിയെ പ്രദാനം ചെയ്യുന്നവനുമാണ്. കൂടൽമാണിക്യ ഭരതക്ഷേത്രത്തിന് അടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രം കൂടിയുണ്ട്. മൂന്നാമതായി ദർശിക്കേണ്ടത് തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. ആലുവ മാള റൂട്ടിൽ എറണാകുളം ജില്ലയിലെ മൂഴിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനന്താവതാരമായ ലക്ഷ്മണമൂർത്തിയാണ് ഇവിടെ വസിക്കുന്നതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ സർപ്പത്തിൻ്റെ ഉപദ്രവം ഉണ്ടാകില്ല എന്നും വിശ്വാസമുണ്ട്. നാലാമത്തെ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രമാണ്. കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വെള്ളാങ്ങല്ലൂർ കവലയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ പൂമംഗലം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശത്രുദോഷ ശാന്തിക്കും ശ്രേയസ്സിനും സുദർശന പുഷ്പാഞ്ജലിയും സുദർശന ചക്ര സമർപ്പണവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ആഭിചാരദോഷം, ശത്രുദോഷം, വാദദോഷം എന്നിവയിൽ മുക്തി സിദ്ധിക്കുന്നതിനായി ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായി കരുതുന്നു.